പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തിരക്കിട്ട നടപടികളിലേക്ക് രാജ്യം കടക്കണം. ഏറ്റവും ഒടുവിൽ വരുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റ് എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ കിട്ടില്ല, അത് വിത്ത്ഹോൾഡ് ചെയ്തു എന്നുള്ളതാണ് എക്സ് അറിയിക്കുന്നത്. അത് ലീഗൽ ഡിമാൻഡിനെ തുടർന്ന് ഇന്ത്യയിൽ മരവിപ്പിച്ചു എന്നാണ് എക്സ് അക്കൗണ്ട്. അത്തരത്തിലുള്ള വളരെ പെട്ടെന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയുള്ള സ്വിഫ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നു. വിനിത വിജു കൂടി ചേരുന്നുണ്ട്. വിനിത, രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാജ്യത്തിനെതിരായ ആക്രമണം എന്നുള്ള നിലയ്ക്ക് ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കുന്നുണ്ട്. സർവകക്ഷി യോഗം എപ്പോഴാണ്, എന്താണ് അതിന്റെ അജണ്ട? വിനീത. ഹാഷ്മി, ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് സർവകക്ഷി യോഗം ചേരുക. അമിത്ഷാ ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലായിരിക്കും, അധ്യക്ഷതയിലായിരിക്കും ആ യോഗം ചേരുന്നത്. യോഗത്തിൽ ഇതുവരെ കൈക്കൊണ്ട തുടർ നടപടികൾ അമിത്ഷാ യോഗത്തിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭീകരാക്രമണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് മറ്റ് പാർട്ടി നേതാക്കളൊക്കെ ഇതിനോടകം തന്നെ അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AICC ആസ്ഥാനത്താണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇവിടെ ചേരുകയാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് തന്നെ ഈ ഭീകരാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഏതൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിച്ച ഇന്നത്തെ ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി പറയേണ്ടതായിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി അമേരിക്കയിലായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്ര വെട്ടിച്ചുരുക്കി അദ്ദേഹവും ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. നേരത്തെ തന്നെ നേതാക്കളെല്ലാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളടക്കം ഒന്നടങ്കം പറഞ്ഞത് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്ന് അവർ നേരത്തെ തന്നെ നയം വ്യക്തമാക്കിയതുമാണ്. ഇന്ന് വൈകിട്ട് ചേരുന്ന സർവകക്ഷി യോഗം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കും. മറുവശത്ത് ഇന്നലെ മന്ത്രിമാരുടെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു, മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കൃത്യമായിട്ടുള്ള നയതന്ത്ര മേഖലയിലടക്കമുള്ള നിയന്ത്രണം ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ എത്തിയത്. ഇതിന് പിന്നാലെയുള്ള തുടർ നടപടികൾ കൂടി ഇപ്പോൾ രാജ്യം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ത്യ ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാച്ചറിനെ ഇന്ത്യ വിളിച്ചു വരുത്തി. ഒപ്പം തന്നെ പേഴ്സണ നോൺ ഗ്രാറ്റ നോട്ട് കൈമാറിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പാണിത്. ഈ നോട്ട് കൈമാറിയതായിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇങ്ങനെ കടുത്ത നടപടിയിലേക്കടക്കം ഇന്ത്യ നീങ്ങുകയാണ്. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ എക്സ് അക്കൗണ്ടും ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇനി പാകിസ്ഥാന്റെ എക്സ് അക്കൗണ്ട്, എക്സ്പോസ്റ്റ് സംഭവം ഒക്കെ വരുന്ന അക്കൗണ്ടുകൾ ഇനി ലഭ്യമാവില്ല. സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരമുള്ള കടുത്ത നിയന്ത്രണത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്ത്യയുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ പാകിസ്ഥാന്റെ എക്സ് അക്കൗണ്ട് നിരോധിച്ചിരിക്കുന്നത്. ഇങ്ങനെ കടുത്ത നടപടിക്രമങ്ങളിലേക്ക് ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒപ്പം നയതന്ത്ര മേഖലയിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ, ശക്തമായിട്ടുള്ള തിരിച്ചടി ഉൾപ്പെടെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ ആഭ്യന്തര മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നുണ്ട് ഇന്ന് ഡൽഹിയിൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് തുടർ നടപടികൾ ഈ പ്രതിരോധ മേഖലയിലൊക്കെ ഇനി ഏത് തരത്തിലൊരു തിരിച്ചടി നൽകാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത ആ യോഗം തീരുമാനിക്കും. അതിനുശേഷം ഇന്ന് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ ഈ വിവിധ യോഗങ്ങളുടെ തീരുമാനങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി അവർ സംസാരിക്കും. ഇതിനുശേഷം ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചിരിക്കുകയാണ്.